ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ ഈശോയുടെ കൂടെ നമ്മളൊരു യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ മടിയിൽ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കിടന്നുറങ്ങാനൊക്കെ കർത്താവ് നമ്മളെ സഹായിക്കുന്നു. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് കുരിശിൻ്റെ വഴിയിലെ 5-ാമത്തെ സ്ഥലമാണ്. അറിയാവുന്നതുപോലെ തന്നെ സിമിയോൻ ഈശോയെ സഹായിക്കുന്ന ആ ഒരു എപ്പിസോഡാണ്. നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ ചിന്ത ഓൾറെഡി വന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. നമുക്കും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ 5-ാം സ്ഥലം നമ്മുടെ മുമ്പിൽ ചോദിക്കുക. ഇന്ന് ഒരു ദിവസം പൂർത്തിയാക്കി നമ്മൾ ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ പോകുന്നു. പലപ്പോഴും നമുക്ക് സഹായം ആവശ്യമായ പല ഘട്ടങ്ങളിലൂടെ ഇന്ന് ഒരു ദിവസം തന്നെ കടന്നു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നിരിക്കാം. പഠിക്കാൻ ആരെങ്കിലുമൊക്കെ സഹായിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ആരെങ്കിലുമൊക്കെ സഹായിച്ചിരുന്നെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന സമയത്തൊന്ന്, ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒരു വാക്ക് പറയാനോ ഒക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചു പോകുന്നുണ്ടാകും. ചിലപ്പോൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാത്തൊരു ടാർഗറ്റ്, ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു വലിയ അസൈൻമെൻറ്റ്, ഇത്ര ടൈം ബൗണ്ടായിട്ട് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ, ഇന്ന് ചെയ്തു തീർക്കുക, ഇന്ന് കൊടുത്തു തീർക്കേണ്ടതുമായ ചില കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ആഗ്രഹിച്ചതാണ്. ഓഫ് കോഴ്സ് നമുക്ക് അധ്വാനിക്കാൻ അറിയാം, നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു ആൾബലം, ഒരു ആശ്വാസത്തിന്റെ വാക്ക് ആരുടെയെങ്കിലുമൊക്കെ അടുത്തുനിന്ന് നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ശരിക്കും, അല്ലേ? പലപ്പോഴും കിട്ടാറുണ്ടായിരിക്കാം. ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ അത് കിട്ടാതെ വന്നിരിക്കാം. നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: ആശ്വസിപ്പിക്കാൻ ഒത്തിരി പേര് നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ്. ഈശോ നമ്മളോട് പറയുന്നില്ലേ, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ഈശോയുടെ കുരിശിൻ്റെ വഴിയുടെ യാത്രയിൽ സിമിയോൻ ഈശോയെ സഹായിക്കുന്ന സുന്ദരമായൊരു മൊമെൻ്റാണ് നമ്മൾ കാണുക. അതിനു മുമ്പോ അതിന് ശേഷമോ ആയിട്ട് നമ്മൾ കാണേണ്ട ഇത്രയേ ഉള്ളൂ, എത്രയോ കുരിശുകൾ എടുത്തു നടക്കാൻ ഈശോ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് മനുഷ്യരെ അവരുടെ വേദനകളിൽ ആശ്വസിപ്പിച്ചത് ഈശോയാണ്. നമ്മളെയും, ഈശോയിൽ വിശ്വസിക്കാത്തവരെ പോലും, ഈശോയെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവരെ പോലും ഈശോ ഇങ്ങനെ അദൃശ്യമായൊരു കരത്തോടു കൂടി സഹായിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നവരിലും ഒത്തിരി അക്രൈസ്തവരായ സഹോദരങ്ങളുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ ഇമെയിലുകളൊക്കെ അയക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഈശോയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അക്രൈസ്തവ സഹോദരങ്ങൾ ഇങ്ങനെ ഇമെയിലുകൾ അയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നിങ്ങളോടാണ്. നിങ്ങൾ ഈശോയെ ഒരു മാമോദീസ വഴിയോ ഒന്നും സ്വീകരിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്കും നന്നായിട്ട് അറിയാം, ജീവിതത്തിൻ്റെ ചില കുരിശുകൾ, ചില ഭാരങ്ങൾ ഏറ്റെടുത്ത് നടക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ഈശോ തന്നെയാണെന്ന്. ഇന്നും നിങ്ങളെ സഹായിച്ചത് ഈശോയാണ്. ആഗ്രഹിച്ചിരുന്നു ആ വ്യക്തി ഒന്ന് കേട്ടിരുന്നെങ്കിൽ, ഒന്ന് അടുത്തിരുന്നെങ്കിൽ, ഒന്ന് ഈ കുരിശെടുത്ത് നടക്കാൻ സഹായിച്ചിരുന്നെങ്കിൽ. ആരും ഉണ്ടായില്ല തിരിഞ്ഞു നോക്കിയപ്പോൾ. പക്ഷെ ഈ കുരിശെടുത്ത്, ഈ ഭാരമെടുത്ത് നീ ഇന്ന് നടന്നെങ്കിൽ, ഇന്ന് ഈ യാത്ര പൂർത്തിയാക്കി ഇന്ന് കട്ടിലേക്ക് കിടക്കാൻ, ഒന്ന് വിശ്രമിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരും എന്നെ സഹായിച്ചില്ലെന്നോർത്ത് സങ്കടപ്പെടേണ്ട. ഈശോ അവിടെ നിന്ന് നിന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ഇന്നും ഈ കുരിശ്, ഈ ഭാരം പൂർത്തിയാക്കാൻ സാധിച്ചത്. നമ്മുടെ മുമ്പിലുള്ള ഒരു ചലഞ്ചും ഇതാണ്: ആരെങ്കിലുമൊക്കെ സഹായിക്കുക, ആരുടെയെങ്കിലുമൊക്കെ മുമ്പിൽ ഈശോയായിട്ട് മാറുക, ആരുടെയെങ്കിലുമൊക്കെ മുമ്പിൽ സിമിയോനായിട്ട് മാറുക. ഒത്തിരി ആളുകൾ അവരുടെ കുരിശിൻ്റെ ഭാരം ഏറ്റെടുക്കാൻ മടിക്കുന്നുണ്ട്, മടുത്തു പോകുന്നുണ്ട്. എന്നാലും അവരത് പൂർത്തിയാക്കിയാൽ മതിയാവും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൂടെ നടക്കാം, സഹായിക്കാം. കുരിശിൻ്റെ ഒരറ്റം നമുക്കും ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം. നാളെ ഒരു ദിവസം പറ്റുമല്ലോ, ഒന്നിങ്ങനെ ഒന്ന് പരിശ്രമിച്ച് നോക്കുക. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഒന്ന് പരിശ്രമിക്കണം. ആരെങ്കിലൊക്കെ ഒരു ജീവിതത്തിൽ ഒരു സിമിയോനായിട്ട് മാറാൻ എനിക്ക് സാധിക്കുമോ? നാളെ വഴി കാണുന്ന ഒരാളെ ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചിട്ടെങ്കിലും, നാളെ ബസ്സിന് കാത്തു നിൽക്കുമ്പോൾ ഒന്നല്പം മാറി നിന്ന് ആ പ്രായമുള്ള ആളെ ഒന്ന് കയറ്റിവിട്ടു, അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന ആ ബസ്സിൽ മേലാത്ത ഒരാളെ കാണുമ്പോൾ ഒന്ന് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു, വഴി കാണുന്ന ഒരാൾ ഇച്ചിരി വിഷമത്തോടെ കിതയ്ക്കുന്നത് കാണുമ്പോൾ അടുത്ത് ചെന്ന് ഓക്കെ ആണോ എന്നൊന്ന് ചോദിച്ച്, വിഷമിച്ച് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് ചുമ്മാ ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ച് ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ബിക്കം എ സൈമൺ. ഈ ശിമിയോനെ പോലെ ആയിത്തീരാനൊക്കെ നമുക്ക് പരിശ്രമിക്കാം. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ശിമിയോൻ അനുഭവിച്ചൊരു ആംഗിളും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു വലിയ ടോക്കിൽ, ഒരു ഏകദിനത്തിൻ്റെ ഇടയ്ക്ക് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടാവും. അപ്രതീക്ഷിതമായ കുരിശുകളും നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. ഈ കിരേനക്കാരനായ ശിമിയോൻ അയാളുടെ കാര്യം നോക്കിയൊക്കെ നടക്കുകയായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാതെ ഇയാളുടെ വഴി തടസ്സപ്പെടുകയാണ്. വഴിയിൽ വെച്ച് അയാൾ ആഗ്രഹിക്കാത്ത, ഒരു പക്ഷേ അയാൾ പ്രതീക്ഷിക്കാത്ത, അയാൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലാത്ത ഒരു കുരിശ് അയാളുടെ ദേഹത്തേക്ക് വെക്കുകയാണ്.
ആ കുരിശെടുത്ത് നടക്കാൻ അയാൾ നിർബന്ധിക്കപ്പെടുകയാണ്. അയാൾ ഒരു നല്ല ശിഷ്യനായിട്ട് മാറിയത് ആ കുരിശിൽ വെച്ചാണ്. ആ കുരിശിന്റെ ഭാരം ഏറ്റെടുക്കുമ്പോഴാണ്. നമുക്കറിയാം, ഒരുപക്ഷെ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഈ കുരിശെടുക്കാൻ താങ്ങാൻ പറ്റുന്നവർ, ഇതിന് ശേഷിയുള്ള ഒത്തിരി പേരുണ്ട്. ശിമയോൻ നോക്കുമ്പോൾ വേണമെങ്കിൽ കാണാം, ഈ മസിൽ പവറുള്ള, ആരോഗ്യമുള്ള നല്ല പട്ടാളക്കാർ അവിടെയുണ്ട്. പക്ഷേ അവരാരും ഈ കുരിശെടുത്ത് നടക്കാൻ തയ്യാറല്ല. പ്രതീക്ഷിക്കാതെ അയാളാണ് ആ കുരിശെടുക്കേണ്ടി വന്നത്. നമ്മൾ നോക്കും, എന്നെക്കാട്ടും പഠിത്തമുള്ള, എന്നെക്കാട്ടും അറിവുള്ള, എന്നെക്കാട്ടും എക്സ്പീരിയൻസ് ഉള്ള, ഒരുപക്ഷെ ഈ കുരിശ് വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന എത്രയോ ആൾക്കാർ എൻ്റെ ചുറ്റുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് കർത്താവേ എൻ്റെ മുമ്പിലേക്ക് ഈ ഭാരം വന്നത് എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഈശോയെ നീ കാണാൻ പോകുന്നതോ തീർച്ചയായിട്ടും ഈ അപ്രതീക്ഷിതമായ കുരിശിലാണ്. ഈ കുരിശ് നീ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന സമയത്താണ് മുമ്പേ നടക്കുന്ന ഈശോയെ നീ കാണുന്നത്. In the unexpected crosses you will meet Christ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ കുരിശുകളിൽ നീ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ സാധിക്കട്ടെ. ഒരാൾക്കെങ്കിലും ശിമയോനായി തീരാൻ, ഒരാൾക്കെങ്കിലും ഈശോയെ പോലെ ആയിത്തീരാൻ ഈ ജീവിതം കൊണ്ട് സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ശാന്തമായിട്ട് കിടന്നുറങ്ങാം. നാളിതുവരെ നമ്മളെ സഹായിച്ച എല്ലാ ശിമയോന്മാരെയും ഒന്ന് മനസ്സിലോർത്ത്, കർത്താവെ മറന്നുപോയിട്ടുണ്ടെങ്കിലും അവരെല്ലാം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി കിടന്നുറങ്ങുക. നാളെ ഒരു പകലിൽ ഒരാൾക്കെങ്കിലും ശിമയോനെ പോലെ ആയിത്തീരാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒന്ന് കുരിശിൻ്റെ ഭാരം അല്പം ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ജീവിതം കൊണ്ട് സാധ്യമാവട്ടെ. ഈശോയുടെ കുരിശ് നിങ്ങൾക്ക് ശക്തി നൽകട്ടെ. ഈശോ മിശിഹായെ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. എന്തുകൊണ്ടെന്നാൽ ആ കുരിശിലാണ് നമുക്ക് രക്ഷ സാധ്യമായത്. ആ കുരിശിലാണ് നാം വിശ്രമിക്കുന്നത്. ഈശോയുടെ നാമവും ഈശോയുടെ പരിശുദ്ധ കുരിശും നിങ്ങൾക്ക് സംരക്ഷണമാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.